ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി ജൈവതാളം 2026 എന്ന പേരിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തി. ഉദുമ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മണ്ഡലം എം.എൽ.എ. കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പ്രവർത്തനം കൂടുതൽ സജീവവും വിപുലവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി ജൈവതാളം എന്ന പേരിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉദുമയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം.എൽ.എ. കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്. എല്ലാ മേഖലകളിലേക്കും മാറ്റങ്ങൾ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്ന് സൂചിപ്പിക്കുമ്പോൾ ആ പരിപാലന സമിതി കുറെ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉദുമ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഉദുമ ഗ്രാമപഞ്ചായത്തും ഈ പരിപാലന സമിതി ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് ഒരു വികസന മുന്നേറ്റം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നു. നമുക്കറിയാമല്ലോ, ജൈവ വൈവിധ്യ പരിപാലനം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ, നമ്മുടെ നാടിന് ആവശ്യമായ ഔഷധങ്ങൾ പോലും നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്രമം നമുക്കുണ്ടാക്കി. പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമായ മരുന്നുകൾക്ക് പോലും നമുക്ക് വേണ്ട ഔഷധങ്ങൾ ലഭിക്കുന്നത് ഈ നമ്മുടെ ഭൂമിയിൽ നിന്നാണെങ്കിൽ ഇന്ന് ഔഷധങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ പൊതുസമൂഹത്തിനകത്തുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. രാജേന്ദ്രൻ അധ്യക്ഷനായി. നാടൻ നെൽവിത്തുകളുടെ സംരക്ഷണത്തിനായി പഞ്ചായത്ത് BMC നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ നീളം ജയ കൃഷി ചെയ്ത ജഗദീഷ് ആറാട്ട് കടവിനെയും രക്തശാലി നെൽവിത്ത് കൃഷി ചെയ്ത കെ രഘു വടക്കേ വീടിനെയും M.L.A. ആദരിച്ചു. കൂടാതെ നീളം ജയ, രക്തശാലി എന്നീ വിത്തുകൾ 10 കിലോ വീതം കർഷകർക്ക് വിതരണവും ചെയ്തു. കൃഷി വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഇവയിൽ നിന്ന് വിളവെടുത്ത വിത്തുകൾ 10 കിലോ വീതം കർഷകർ BMCയിലേക്ക് തിരിച്ചു നൽകണം. ഇതിനു പുറമെ ജൈവ വൈവിധ്യ ബോധവൽക്കരണത്തിനായി നടത്തിയ റെയിൽസ് മത്സരത്തിൽ വിജയികളായ സ്കൂളുകൾക്കും വ്യക്തികൾക്കുമുള്ള സാക്ഷ്യപത്രവും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു. കൃഷി ഓഫീസർ P.V. വിനീത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. BMC അംഗം മോഹനൻ മാങ്ങാട് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ അബ്ദുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ പാക്യാര, ബിന്ദു സുധൻ, സൂര്യാബി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P. ലക്ഷ്മി, ഹംസ ദേളി, മംഗൾ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ നാലാംവാതുക്കൽ, K. പ്രമീള, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ശ്രീധരൻ വയലിൽ, വിനിൽകുമാർ എന്നിവർ സംസാരിച്ചു. BMC കൺവീനർ സൈനബ അബൂബക്കർ സ്വാഗതവും BMC മെമ്പർ P.T. രജീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.